കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ കൂടിയാണ് സുധീഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടനും ഹരീഷ് എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. സുഭാഷും നിധിയും ഹരീഷും ഒക്കെ ചേർന്ന് ഒരു വിധത്തിൽ സുധീഷിനെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരികയാണ്. പക്ഷേ പ്രശ്നം അതൊന്നും ആയിരുന്നില്ല. പോലീസ് അവന്റെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മാസത്തേക്ക് ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന കർശന താക്കീതും കിട്ടി. സുധീഷാണെങ്കിൽ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. എങ്കിലും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും പിടിച്ച് ലോക്കപ്പിലിടുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ പല്ലിറുമി അവിടെ നിന്ന് നടന്നു നീങ്ങി. അങ്ങനെ ആ ഒരു വലിയ സംഘം നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിലെത്തിയപ്പോൾ സുധീഷിന്റെ നിയന്ത്രണം അങ്ങ് വിട്ടു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവന്മാര് വെറുതെ പിടിച്ചു തല്ലി. ആ ഇടിച്ചവൻ ഇൻസ്പെക്ടറുടെ മോനായതുകൊണ്ട് അവനെ വെറുതെ വിട്ടു. എന്നെ പിടിച്ച് അകത്തിട്ടാണ് അവന്മാര് നോക്കിയത്. ഇത് കേട്ട ഉടനെ തന്നെ ഹരീഷ് അങ്ങ് ചൂടായി. എടാ, നിനക്കിതിൻ്റെയൊക്കെ വല്ല ബോധവും വേണ്ടേ? വണ്ടി ഇടിച്ചതും പോരാ, പിന്നെ എന്തിനാണ് നീ അവനെ പിടിച്ചു തല്ലാൻ നോക്കിയത്? ഹരീഷിന്റെ ചോദ്യം കേട്ടപ്പോൾ സുധീഷ് അവനെ നേരെ തിരിഞ്ഞു. നീ എനിക്കിട്ട് തർക്കുത്തരം പറയുന്നോടാ എന്ന് ചോദിച്ച് അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. വാക്കേറ്റം പെട്ടെന്ന് തന്നെ കയ്യാങ്കളിയിലേക്ക് മാറി. ദേഷ്യം സഹിക്കാനാവാതെ സുധീഷ് ഹരീഷിനെ നെഞ്ചി പിടിച്ചൊരൊറ്റങ്ങ് ഒരു അടി അങ്ങ് വെച്ചു കൊടുത്തു. ആ സമയത്തിന് സുഭാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ കടയിൽ കയറാൻ പോയതായിരുന്നു. നിധിയും നികേഷും മാത്രമേ ആ രംഗം കാണാനുണ്ടായിരുന്നുള്ളൂ. അടി കണ്ടപ്പോൾ നിധി വേഗം ഓടി വന്ന് അവനങ്ങ് പിടിച്ചു മാറ്റി. നിങ്ങളിത് എന്ത് പരിപാടിയായി കാണിക്കുന്നത് എന്ന് അവൾ ഉറക്കെ ചോദിച്ചു. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരൻ നേരെ സുധീഷിന്റെ ഭാഗം ചേർന്നു. അല്ല, അവൻ ചെയ്തതിൽ എന്താ തെറ്റ്? അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെല്ലാവരും വെറുതെ കാശ് കൊടുക്കുന്നത്? ആ പണം കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് അയാൾ തീർത്തും പറഞ്ഞു. ഹരീഷിനത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. വെറുതെ 50,000 രൂപ എടുത്തു കൊടുക്കാൻ ആർക്കാ ഇത്ര താല്പര്യം? അവൻ വണ്ടി ഇടിച്ചു വെച്ചതുകൊണ്ടല്ലേ കൊടുക്കേണ്ടി വന്നത് എന്ന് ഹരീഷ് തിരിച്ചടിച്ചു. എടാ, ആ കാശ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പൈസ ഇറക്കുന്നത്? അവൻ കുറച്ചു ദിവസം വേണമെങ്കിൽ അകത്ത് കടന്നോട്ടെ എന്ന് ഭാസ്കരൻ വീണ്ടും പറഞ്ഞു. SP-യുടെ മോനാണെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ നമ്മളെ പേടിപ്പിച്ചത് എന്നൊക്കെയായി ഭാസ്കരന്റെ ചോദ്യം. സുധീഷിന് അത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി. കണ്ടില്ലേ, കാശുള്ളവന്റെയും വലിയ പിടിപാടുള്ളവന്റെയും കൂടെയല്ല എല്ലാവരും നിൽക്കൂ. നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ എന്ത് വിലയാണുള്ളത് എന്ന് സുധീഷ് നിരാശയോടെ ചോദിച്ചു. അതേടാ, അത് തന്നെയാണ് ശരി. ഇക്കാലത്ത് കാശില്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും ഗതി എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും അവനെങ്ങനെ എരിപിരി കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം സുധീഷിന്റെ ദേഷ്യം മുഴുവൻ വീണ്ടും ഹരീഷിനോടായി. നീ വലിയ കാശ് കൊടുത്തതിന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ. എന്തിനാടാ നീ കാശ് കൊടുത്തത്? എന്നിട്ട് എന്തിനാടാ നീ പുറത്തിറക്കിയത്? അതിന്റെ യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു. എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വീണ്ടും ഹരീഷിനോട് ദേഷ്യപ്പെടുകയാണ്. രണ്ടുപേരും വീണ്ടും തല്ലിന് വട്ടം കൂടിയപ്പോൾ നിധി ഇടപെട്ടു. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അകത്തേക്കൊന്ന് പോവാമോ? വെറുതെ പ്രശ്നം വഷളാക്കരുത് എന്ന് അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും അവൾ ഒരു വിധത്തിൽ സുധീഷിനെയും ഹരീഷിനെയും രണ്ട് വഴിക്കങ്ങ് മാറ്റിയിട്ടു. അതിനുശേഷം നിധി നേരെ ഭാസ്കരന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ശരിക്കും ഒരു അച്ഛനാണോ എന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. സാധാരണ വീടുകളിൽ മക്കൾ തമ്മിൽ അടികൂടുമ്പോൾ അത് മാറ്റി തീർക്കാനല്ലേ അച്ഛനമ്മമാർ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവരെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയാണല്ലോ. ഇതാണോ ഒരച്ഛൻ ചെയ്യേണ്ടത്? അവൾ ചോദിച്ചു. അല്ല പിന്നെ, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോൾ നിധി വീണ്ടും പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? നിങ്ങൾ നല്ല രീതിയിൽ അവരെ ഉപദേശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും വഷളാവില്ലായിരുന്നു. നിങ്ങൾ സ്വന്തം ചേട്ടനാനിയന്മാരല്ലേ, ഇങ്ങനെ തല്ലുകൂടാതെ സ്നേഹത്തോടെ നിൽക്കേണ്ടല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം നീ അടിക്കട എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത് അച്ഛനാണ്? ഇതൊക്കെ കേട്ടപ്പോൾ ഭാസ്കരൻ വല്ലാത്തൊരു നാണക്കേട് തോന്നി. അയാൾ തല താഴ്ത്തി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ നടന്നത്? എല്ലാവരും മുഖമല്ലാതിരിക്കുന്നല്ലോ എന്ന് അവൻ നികേഷിനോട് ചോദിച്ചു. നികേഷ് നടന്ന കാര്യം മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് ഏട്ടാ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് കാശുമെടുത്ത് ഇവനിപ്പോ എന്നോട് തന്നെ ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ അവൻ പരാതി പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ടേക്ക് എത്തി. നിധി അപ്പോഴേക്കും സ്വന്തം മുറിയിലേക്ക് പോയിരുന്നു. സുഭാഷ് ഏട്ടാ, നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവനെ പുറത്തിറക്കിയതാണ്. എന്തിനാ നമ്മൾ ഇവനെ ജാമ്യത്തിലെടുത്തത്? ഇവന് ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഹരീഷും ചോദിച്ചു. സുഭാഷ് വേഗം അവരെ വിലക്കി. രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് മിണ്ടാതിരിക്കാമോ? ആ കൊച്ചു മുറിയിലുണ്ട്, അവൾ ഇതൊക്കെ കേൾക്കും. വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവരെ ശാസിച്ചു. ഞാനല്ല അലമ്പുണ്ടാക്കിയത്, ഇവനല്ലേ പ്രശ്നം തുടങ്ങിയത് എന്ന് സുധീഷ് ന്യായീകരിച്ചു. നിന്റെ ആ ദേഷ്യമട എല്ലാത്തിനും കാരണം. നീ അതൊന്ന് അടക്കി നിർത്ത, എല്ലാ പ്രശ്നങ്ങളും ഒരു പരിഹാരമാവുമെന്നൊക്കെ പറഞ്ഞ് ഹരീഷ് പറഞ്ഞു. ഒടുവിൽ സുഭാഷ് ഇടപെട്ട് രണ്ടുപേരെയും മിണ്ടാതിരുത്തി. കുറച്ച് ചീത്ത വിളിക്ക് ശേഷം സുധീഷ് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞതും അവൻ പാഞ്ഞുകൊണ്ട് തിരികെ വന്നു. എന്റെ ബാഗിൽ അൽമാറയിൽ വെച്ചിരുന്ന 25,000 രൂപ എവിടെയെന്ന് അവൻ ഉച്ചത്തിലങ്ങ് ചോദിച്ചു. അത് ഞാൻ എടുത്തതാണ് എന്ന് ഹരീഷ് പറഞ്ഞു. എടാ, നീ എന്തിനാടാ അതെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ പുറത്തിറക്കാൻ കാശ് വേണ്ടടാ, അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് എന്ന് ഹരീഷ് തിരിച്ചു പറഞ്ഞു. അതിന് എന്റെ ആ കാശ് എടുക്കണമായിരുന്നോ? അകത്ത് കിടന്നത് ഞാനല്ലേ, അതെന്റെ പ്രശ്നമല്ലേ എന്ന് സുധീഷ് വീണ്ടും തർക്കിക്കാണ്.
ഇതിന്റെ പേരിലാണോ ഈ ഒച്ചപ്പാട് എന്ന് നികേഷ് ചോദിച്ചു. സുധീഷേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങൾ നോക്കിയത്. കാശ് അവിടെ ഒരു വിഷയമേ അല്ലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ഞാൻ അകത്ത് തന്നെ കിടന്നാലും മതിയായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു. ഒരു മാസം എന്റെ ലൈസൻസ് പോയി. ഇനിയിപ്പോൾ എനിക്ക് ജോലിക്ക് പോവാനും പറ്റും. എല്ലാ കുറ്റവും എന്റെ തലയിലായി. കാശും പോയി, ലൈസൻസ് പോയി. ഞാൻ ഇവിടെ ഇനി എങ്ങനെ തൊഴിലെടുത്ത് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഭയങ്കര സങ്കടവും ദേഷ്യം കൊണ്ടിങ്ങനെ പൊട്ടിത്തെറിക്കാണ്. നിനക്ക് വേണ്ടിയിട്ടില്ലടാ ഇതെല്ലാം ചെയ്തത്, എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സുധീഷിന് സങ്കടവും നിരാശയും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ ഒരു ബാറിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ബിയർ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഭാസ്കരൻ വന്നിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടി നോക്കി. ആ കൊള്ളാലോ, നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ എന്ന് ഭാസ്കരൻ ചിരിച്ചോട് പറഞ്ഞു. അച്ഛ, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, എല്ലാം അവന്റെ തെറ്റായിരുന്നു എന്ന് സുധീഷ് സങ്കടത്തോടെ പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ലടാ, പോലീസുകാരൊക്കെ അവരുടെ കൂടെയല്ലേ, നമ്മളെന്ത് ചെയ്യാനാ? നീ വീട്ടിൽ സമാധാനമായി നിൽക്കണമെങ്കിൽ ചെന്ന് മാപ്പ് പറയുന്നതാ നല്ലത്. നിന്റെ ഭാര്യ നിധി അവിടെയുണ്ട്. അവളോട് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവളുടെ മനസ്സ് കീഴടക്കാനാണ് നീ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവനെ ഉപദേശിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. നിധിയുടെ മുന്നിൽ വെച്ച് എല്ലാവരും ദേഷ്യപ്പെടുന്നതും ഹരീഷിനെ തല്ലിയതുമൊക്കെ വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ അവന് മനസ്സിലായി. മദ്യത്തിന്റെ ലഹരിയിലും ആ ഒരു കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടി. കുറച്ചു കഴിഞ്ഞ് സുധീഷ് വീട്ടിലേക്ക് തിരികെ വന്നു. ആ സമയം ഹരീഷ് നിധിയുടെ അടുത്ത് പോയി സംസാരിക്കുകയായിരുന്നു. നിധിയെടുത്തി, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് ഹരീഷ് പറഞ്ഞു. എന്തിനു ക്ഷമിക്കണം? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് അവൾ ചോദിച്ചു. അല്ല, സുധീഷേട്ടൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല, അതാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്ന് അവൻ വിശദീകരിച്ചു. സാരമില്ല, ഇനി ഇതൊന്നും ഓർത്ത് വഴക്കുണ്ടാക്കാതിരിക്കുക എന്നൊക്കെ പറയും. കുടുംബാംഗങ്ങളാവുമ്പോൾ ചെറിയ പിണക്കങ്ങളൊക്കെ സാധാരണമാണ്. പക്ഷേ അടി എങ്ങാനും മാറിക്കൊണ്ട അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് അവൾ സ്നേഹത്തോടെ തന്നെ ശ്വാസിച്ചു. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷും നിധിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സുധീഷ് നേരെ നിധിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. സോറിയോ എന്തിനേന്ന് അവൾ തിരിച്ചു ചോദിച്ചു. അതെ, ഞാൻ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ പറഞ്ഞു. എന്ത് നേരെ ഹരീഷിന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ കയ്യും പിടിച്ചു. എടാ, എന്നോട് ക്ഷമിക്കടാ എന്ന് അവൻ പറഞ്ഞു. സ്വന്തം ചേട്ടനും അനിയനല്ലേ, ഒരേ ചോരയല്ലേ, അവർ എത്ര തല്ലുകൂടിയാലും കുറച്ച് കഴിയുമ്പോൾ പഴയതുപോലെയാവും. എന്നിട്ട് സുധീഷ് ഹരീഷിനെയും കൂട്ടി പുറത്തേക്ക് സംസാരിക്കാൻ പോയി. അവരിങ്ങനെ ഇറങ്ങിപ്പോയതും സുഭാഷ് ചിരിച്ചുകൊണ്ട് നികേഷിനോട് പറഞ്ഞു. കണ്ടില്ലേടാ, അവരിപ്പോ ഒന്നായി. ഇതിനിടയിൽ കിടന്ന നമ്മളൊക്കെ ഇപ്പൊ ആരായി? അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, നികേഷ് പറഞ്ഞു. ഇവർ ഭയങ്കരമായിട്ടങ്ങ് തല്ലുകൂടും. 10 മിനിറ്റ് കഴിയുമ്പോൾ തോളിൽ കൈയിട്ട് നടക്കും. നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുന്നതാ എപ്പോഴും നല്ലത്. നിധിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എങ്കിലും ഇങ്ങനെ തല്ലുകൂടുന്നത് പ്രോത്സാഹിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് അവൾ വിചാരിച്ചു. പുറത്തുവെച്ച് ഹരീഷ് സുധീഷിനോട് പറഞ്ഞു. സുധീഷേട്ടാ, എങ്ങനെയെങ്കിലും നിങ്ങളെ പുറത്തിറക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ അതുകൊണ്ടാണ് ഞാൻ കാശെടുത്തത്. നിധിയേട്ടത്തി ഇത് കാണുമ്പോൾ അവർക്കും വിഷമമാവില്ലേ? അവരിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, കല്യാണം കഴിച്ച ആളല്ലേ. ഏട്ടത്തമ്മയുടെ മനസ്സ് കീഴടക്കേണ്ട സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് ശരിയാവുമോ എന്ന് ഹരീഷ് ചോദിച്ചു. ശരിയാടാ, എന്റെ ഭാഗത്താണ് തെറ്റ്, നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ സുധീഷ് ചാടി എഴുന്നേറ്റ് ഹരീഷിന്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു. എടാ, എഴുന്നേൽക്ക്, നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടേക്ക്? ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല, ബാത്റൂമിൽ പോയും പോരിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറഞ്ഞു. അതൊക്കെ പിന്നെയാവാം, നീ വേഗം വാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് സുധീഷ് നിർബന്ധിച്ചു. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടും അവൻ അതിനൊന്നും സമ്മതിച്ചില്ല. എവിടേക്ക് പോകുന്നെന്ന് സുധീഷ് പറഞ്ഞതുമില്ല. ഹരീഷ് ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോവേണ്ടതുണ്ടായിരുന്നു. എങ്കിലും ചേട്ടൻ വിളിച്ചതല്ലേ, നല്ലൊരു കാര്യത്തിനായിരിക്കുമെന്നൊക്കെ കരുതി അവനും സുധീഷിന്റെ കൂടെ ഇറങ്ങി. ശരിക്കും നിധിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുധീഷിന്റെ ആ ഒരു യാത്ര. സുധീഷ് നിധി ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിധിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കണം, അവളെ സർപ്രൈസ് ആക്കണം എന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കട്ടെ സുധീഷ് ഹരീഷിനെയും കൂട്ടി അന്ന് ദിവസം രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.